ടെസ്റ്റ് റിപ്പോർട്ട് തിരുത്തി. അതുകൊണ്ടായിരുന്നു അവർ കേസിന് പോയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇതിനകത്ത് ഈ MDMA കുറിച്ച് ഞാൻ പറയാൻ കാരണം, എനിക്ക് പോലീസിലും പിന്നെ അതേപോലെ അത്യാവശ്യം ഇത്തരത്തിലുള്ള ഡ്രഗ്സിന്റെ അടിമകളായി പോകുന്ന ആളുകളെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ പറയുന്ന MDMA എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ ഉപയോഗിച്ച് 3 ദിവസത്തിനോടകം ബ്ലഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് നമ്മുടെ ബ്ലഡിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ 7 ദിവസത്തിനോടകം കിട്ടും. അതായത് ഇന്ന് ഉപയോഗിച്ച് 7 ദിവസത്തിനോടകം ഈ MDMAയുടെ കണ്ടന്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MRC ഷമീർ നിലവിൽ ഒളിവിലാണ്. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ അറിയാം. ഇതുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകളും അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോകളും നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒളിവിൽ പോയ ഷമീറും മറ്റ് ഗ്യാങ് മെമ്പേഴ്സും നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് മെമ്പേഴ്സ് ആരും ആക്റ്റീവ് അല്ലെങ്കിൽ പോലും ഷമീർ ആക്റ്റീവ് ആണ്. നിരന്തരം അയാളുടെ യൂട്യൂബ് ചാനലിനകത്ത് അയാൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഷമീർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ വന്നതോടുകൂടി അയാൾക്കെതിരെ വീണ്ടും ഒരു കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷമീറിന്റെ ഒളിവ് ജീവിതം ഇനിയും തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒളിവിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ വീഡിയോസ് എല്ലാം ഷമീർ സേവ് ചെയ്ത് വെക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഭാവിയിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണാമല്ലോ. എന്തായാലും ഷമീർ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ആ വീഡിയോയ്ക്കകത്ത് അയാളുടെ ഡ്രഗ് ടെസ്റ്റിന്റെ റിസൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ടെസ്റ്റ് റിസൾട്ട് പ്രകാരം അയാൾ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തെറുപ്പ് ബീഡി പോലും വലിച്ചിട്ടില്ല എന്നാണ് ആ ടെസ്റ്റിന്റെ റിസൾട്ട് തുറന്നു പറയുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ ഇയാൾക്കെതിരെ ആ ടെസ്റ്റ് നടത്തിയ ലാബുകാർ കേസുമായിട്ട് പോയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ ടെസ്റ്റിനകത്ത് ഒരു തിരിമറി ഇയാൾ കാണിച്ചിട്ടുണ്ട്. അതായത് യഥാർത്ഥ റിസൾട്ട് പുള്ളി ഒന്ന് തിരുത്തിയതിന്റെ കാരണം ഒരു കണ്ടന്റ് പോസിറ്റീവ് ആയിരുന്നു, അല്ല ഷമീറെ? എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഷമീർ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ സായി ചേട്ടനെ മെൻഷൻ ചെയ്തുകൊണ്ട് ആ വീഡിയോയ്ക്ക് അത് കുറെ അധികം കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി സ്വാഭാവികമായിട്ടും വന്ന് പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ച ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സായി ചേട്ടന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ പുള്ളി സ്ട്രൈക്ക് അടിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ഷമീറിന്റെ ടെസ്റ്റ് റിസൾട്ട് ഷമീർ കാണിക്കുന്നൊന്ന് കണ്ടു നോക്കാം നമുക്ക് സായി ചേട്ടന്റെ ചാനൽ വഴി. ഇതാണ് ഇപ്പോൾ ഉള്ള ഇത്, മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ നടത്തിയ ടെസ്റ്റുകൾ. ഇതിൻ്റെ അപ്പുറത്ത് വന്നിട്ടുണ്ട് പേജ്, ഇതിൻ്റെ അപ്പുറത്തൊരു പേജും ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂറിൻ ഫോർ ടോക്സിക്കോളജി 12 ഡ്രഗ് ടെസ്റ്റ്, അതാണ് ഞാൻ ചെയ്തത്. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, AMP എന്ന് പറയും, അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എനിക്ക് ഇതിൻ്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൽ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളോടോ ബുദ്ധിയുള്ള ആളോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബെൻസോഡിപൈൻ BSD എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്, അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ കൊക്കൈൻ COC, അതും രണ്ടും നെഗറ്റീവാണ്. മെത്താംഫെറ്റമൈൻ MET രണ്ടും നെഗറ്റീവാണ്. മോർഫിൻ MOR അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെന്താ മെത്താഡോൺ അതും രണ്ടും നെഗറ്റീവാണ്. പെൻസിലിഡൈൻ രണ്ടും നെഗറ്റീവാണ്. പ്രൊപ്പോക്സിപ്പിൻ PPX രണ്ടും നെഗറ്റീവാണ്. ട്രൈസൈക്ലിക്സ് ആൻറ്റി ഡിപ്രസൻസ് TCA അതും രണ്ടും നെഗറ്റീവാണ്. ടെട്രാ ഹൈഡ്രോ കെനിബിനുളോസ് THC ഇതും രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര എണ്ണ ഞാൻ വായിച്ചത്? 1 2 3 4 5 6 7 8 9 10 11 എണ്ണ ഞാൻ ഇപ്പം വായിച്ചുള്ളൂ. ഒന്നിപ്പുറത്തുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ലൊക്കേഷൻ മാത്രം ഒന്ന് മറിച്ച് പിടിക്കട്ടെ. അതും കൂടി ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ഇതാ ഡോക്ടർ സൈൻ ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്റ്റസി MDMA അതും രണ്ടും നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇനി എന്താണോ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഞാൻ തെളിയിക്കേണ്ടതല്ല, ഇത് മൂപ്പരാന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കേണ്ടതാണ്. ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്ത ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തതെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതിന് ശേഷം ഞാൻ പറഞ്ഞ എൻ്റെ പാഷൻ സ്ട്രീമിംഗ് ആണ്, എൻ്റെ പാഷൻ, ഇതൊരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കരിയർ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പം ഷമീർ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് റിസൾട്ട് എല്ലാം തന്നെ നെഗറ്റീവാണ്. പിന്നെ എന്തിനാണ് ഷമീറെ ലാബുകാർ നിനക്കെതിരെ കേസിന് പോയത്? അതിന് ഉള്ള ഉത്തരം സായിച്ചേട്ടൻ്റെ ചാനലിൽ തന്നെ ഒരു കോൾ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രഗിനെ കുറിച്ച് പറയുന്നുണ്ട്, MDMA. MDMAയുടെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവാണ്, അതായത് ഇവൻ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനൊരു കാര്യമുണ്ട്, അതായത് MDMA ഇവൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും ഇവന്റെ ശരീരത്തിൽ നിന്ന് അത് കിട്ടുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നിലവിൽ MDMA ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഇന്ന് MDMA കൺസ്യൂം ചെയ്തു. അതിനുശേഷം നാളെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് MDMAയുടെ കണ്ടന്റ് കിട്ടും. നാളെ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ അത് കിട്ടും. മറ്റന്നാൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം എൻ്റെ ശരീരത്തിൽ നിന്ന് കിട്ടില്ല. പിന്നെ ഉള്ള യൂറിൻ ടെസ്റ്റ് ആണ്. യൂറിൻ ടെസ്റ്റ് പ്രകാരം 7 ദിവസം വരെ മാക്സിമം ആ ഒരു കണ്ടന്റ് എൻ്റെ യൂറിനകത്ത് ഉണ്ടാവും. അതായത് ഞാൻ ഇന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 7 ദിവസത്തിനോടകം തന്നെ എൻ്റെ യൂറിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് MDMA എന്ന് പറയുന്ന ഡ്രഗിന്റെ സാമ്പിള് കളക്ട് ചെയ്യാണ്ട് അല്ലെങ്കിൽ കണ്ടെത്താണ്ട് സാധിക്കും. പക്ഷേ 7 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ടെസ്റ്റ് നമുക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. ഞാനത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അനുകൂലമായിട്ടേ വരത്തുള്ളൂ, പോലീസിന് എതിരായിട്ടേ വരത്തുള്ളൂ. അതായത് ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ യൂറിനിൽ നിന്നും 7 ദിവസത്തിന് ശേഷം MDMAയുടെ കണ്ടന്റ് കിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ മറ്റൊരു ടെസ്റ്റ് ഉണ്ട്. ആ ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അട്ടപടനം പെടും. നീ 7 ദിവസം ഉപയോഗിക്കാതിരുന്നാലും 3 ദിവസം ഉപയോഗിക്കാതിരുന്നാലും കാര്യമില്ല. നീ 3 മാസങ്ങൾക്ക് മുൻപ് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ആ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നീ കുടുങ്ങും. ആ ടെസ്റ്റ് എന്താണ് ഞാൻ തൽക്കാലം പറയുന്നില്ല, കാരണം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിനുള്ള ഒരു സാധ്യത ഇല്ലാതാക്കാൻ ശ്രമിക്കും. അങ്ങനെ നീ അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഈ കരിയർ മുന്നോട്ട് കൊണ്ടുപോയി, സ്ട്രീമിംഗ് എൻ്റെ പാഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി, അതിനൊന്നും എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ലടാ. അതൊക്കെ നല്ല കാര്യമാണ്, ചെയ്തോ, ഒരു വിഷയമല്ല. പക്ഷെ മാരകമായ ലഹരിയുടെ ഉപയോഗം പരിപാടികൾ അത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെ വന്നിരുന്നിട്ട് ഒരു ലാബ് റിസൾട്ട് അടപടലം ഫേക്ക് കാണിച്ചാൽ അത് കുറച്ച് വിഷയമാണല്ലോ, മനസ്സിലായോ? അത് എനിക്ക് പേഴ്സണലി ഞാൻ ഇതിനൊക്കെ എതിര് നിൽക്കുന്നൊരു മനുഷ്യനായതുകൊണ്ട് അത് സീനാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ പല സ്ഥലങ്ങളിലും എൻ്റെ പേര് നല്ല രീതിയിൽ അങ്ങോട്ട് വലിച്ച് കൊണ്ടുവന്നിട്ടല്ലോ, അതുകൊണ്ടാണ് മോനെ ഞാൻ പറഞ്ഞത് എനിക്കത് കുറച്ച് സീനായി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയത്. അപ്പോൾ നമ്മൾ ഷമീർ കാണിച്ച സാധനത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം നിങ്ങൾ നോക്കുക. ഇത് ഞാൻ കുറച്ചും കൂടി ഇവൻ്റെ ഇത് ഇങ്ങനെ തിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, എഡിറ്റ് ചെയ്തിട്ട് ഇവൻ തന്നെയല്ലേ പറഞ്ഞത് സ്ക്രീൻഷോട്ട് എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് സെറ്റാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് സെറ്റാക്കി. ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ഇതിന് ഏറ്റവും ലാസ്റ്റ് ഒരു സാധനം ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാധനമാണ് ഇവൻ ഇതിൽ എഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയ ഐറ്റം. ഓക്കെ, ഇതിലേറ്റവും അവസാനത്തിലുള്ള ആ ഒരു സംഗതി. അപ്പോൾ അതെന്താണെന്നുള്ളതാവും ഇപ്പോൾ നിങ്ങൾ നോക്കി വായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ടത് വായിച്ച് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു തരാം. ടെട്രാ ഹൈഡ്രോ കനോബിയൽ, ഓക്കെ, കനാബിനോൾ, ടെട്രാ ഹൈഡ്രോ കനാബിനോൾ. ഇത് പോസിറ്റീവാണ്. ഇതെന്താണെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കുക. അത് ഞങ്ങൾക്ക് ആ ടാസ്ക് തന്നു. ഓക്കെ, ഞാനത് വീഡിയോയിൽ പറയുന്നില്ല. ടെട്രാ ഹൈഡ്രോ കനാബിനോൾ എന്നുള്ള സംഗതി എന്താണെന്നുള്ളത് ഗൂഗിളിൽ എടുക്കുക. എല്ലാവരും ഗൂഗിളിൽ അടിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്, കാണുന്നവർ പഠിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. അങ്ങനെ അതെടുത്ത് നോക്കുക. അപ്പോൾ അത് പോസിറ്റീവ് ആണെന്നുള്ളതാണ് നിൻ്റെ ടെസ്റ്റ് റിസൾട്ടിൽ ഒറിജിനൽ ലാബ് റിപ്പോർട്ടിലുള്ളത് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പം ടെട്രാ ഹൈഡ്രോ കനാബിനോൾ അതെന്താണെന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് കിട്ടിയെങ്കിൽ നിങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക.
ആ സംഗതി ഇവന്റെ ശരീരത്തിൽ ഉണ്ട്, അതിന്റെ കണ്ടന്റ് അത് പോസിറ്റീവാണ്. ആ ഒരു സാധനമാണ് ഇവൻ എഡിറ്റ് ചെയ്ത് നെഗറ്റീവ് ആക്കിയത്. അതിന്റെ ഒറിജിനൽ ടെസ്റ്റ് റിസൾട്ട് അല്ല ഇവൻ കാണിച്ചത്, അതിന്റെ കോപ്പിയാണ് ഇവൻ കാണിച്ചത്. അതായത് PDF ആയിട്ട് നമ്മുടെ ലാബുകാർ നമുക്ക് ഏതൊരു ടെസ്റ്റ് എടുത്താലും അതിന്റെ റിസൾട്ട് അയച്ചു തരും. അതുകൂടാതെ ബൈ ഹാൻഡ് ഒരു റിപ്പോർട്ടും കൂടി നമ്മളെ തരും, പേപ്പർ റിപ്പോർട്ട്. അതിനകത്ത് PDF റിപ്പോർട്ട് ഇച്ചിരി മൂളമുള്ളവന് ആർക്കും എഡിറ്റ് ചെയ്ത് തിരുത്തുവാൻ പറ്റും. അങ്ങനെ തിരുത്തിയ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഷമീറിന്റെ ചാനൽ വഴി കണ്ടത്. അതുകൊണ്ടാണ് ലാബുകാർ കേസിന് പോയത്. എന്നാലും അത് നല്ലൊരു ക്രൈമാണ് മോനെ, നീ പെട്ടു. കാരണം വ്യാജരേഖ ചമയ്ക്കൽ 7 വർഷം വരെ തടവ് കിട്ടുന്ന കേസാണ്. എന്നാലും ഇതിനെക്കുറിച്ച് ആ ലാബുകാർ സായിച്ചേട്ടനോട് സംസാരിച്ചതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഹലോ ഹലോ, പറയൂ സാർ. ഹായ്, എൻ്റെ പേര് സായി കൃഷ്ണൻ എന്നാണേ. ഓക്കെ, ഓക്കെ, ഞാൻ ഈ ലിയോ ലാബ്സിന്റെ ഒരു കണ്ണൂര്, നിങ്ങളുടെ അതന്നെയല്ലേ നിങ്ങളുടെ സ്ഥാപനം? അതെ സാർ, അതെ. ഓക്കെ, ഞാൻ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഞാൻ ഈ ഷമീർ ഇല്ലേ, അതെ, ഷമീറിന്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ടിന് ഇത് കണ്ടിട്ടേ ഐ ഗോട്ട് ആൻ ഇൻഫർമേഷൻ, ലൈക്ക് അത് ഭയങ്കര ക്രെഡിബിൾ ആയ സ്ഥലത്താണ് കിട്ടിയേ. അവൻ ആ റിസൾട്ട് കാണിച്ചത് ഫേക്ക് ആണ് എന്നുള്ളത്. സോ അത് എനിക്കറിയാം, ലാബ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഐ നോ, ബിക്കോസ് ഞാൻ കണ്ണൂർ അന്വേഷിച്ച് നിങ്ങൾ ഭയങ്കര റെപ്യൂട്ടഡ് ആണ്. പക്ഷെ നിങ്ങളെ കൂടി പറ്റിക്കുന്ന രീതിയിൽ അവൻ അത് ചെയ്യുമ്പോ അല്ല, അത് മറ്റേ ഇന്നലെ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നമ്മളത് അപ്രോപ്രിയേറ്റ്ലി ഡെസ്കിൽ വിട്ടിട്ടുണ്ട്. അത് ഒരു ലീഗലി അപ്രൂവ് ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്, നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അങ്ങനത്തെ നീക്കം ഉണ്ടോന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ഓക്കെ, നമ്മളത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ അയച്ചിട്ടുണ്ട്. അത് പിന്നെ അവര് അങ്ങനെ അവര് ചെയ്തോളൂ എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ കൊടുത്തത് അവൻ കൊണ്ടുപോയി തിരുത്തിയിട്ടല്ലേ ഇട്ടെ? എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ കമന്റ് ചെയ്യാൻ വേണ്ടി അശക്തനാണ്, മനസ്സിലായി. അതിന് അശക്തനാണ് സംസാരിക്കാൻ. നോ വരീസ്, എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയാ, നമുക്കിത് കേസായോന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങൾ ഇതിൽ ഒരു കോളും പറയണ്ട. അത് തീർച്ചയായിട്ടും നമ്മള് തെറ്റായ പ്രവൃത്തി മറ്റേ സമൂഹത്തിന് തെറ്റായ സന്ദേശം കൊടുക്കുമല്ലോ. അതെ അതെ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മൾ ടോപ്പ് മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. ഓക്കെ, ഓക്കെ. ഇപ്പൊ ഇതാണ് ലാബുകാരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ക്ലാരിഫിക്കേഷൻ. അതായത് ഷമീർ ആ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് തിരുത്തി, അതുകൊണ്ടായിരുന്നു അവർ കേസിന് പോയിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ ഇതിനകത്ത് ഈ MDMA കുറിച്ച് ഞാൻ പറയാൻ കാരണം, എനിക്ക് പോലീസിലും പിന്നെ അതേപോലെ അത്യാവശ്യം ഇത്തരത്തിലുള്ള ഡ്രഗ്സിന്റെ അടിമകളായി പോകുന്ന ആളുകളെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ പറയുന്ന MDMA എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ ഉപയോഗിച്ച് 3 ദിവസത്തിനോടകം ബ്ലഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് നമ്മുടെ ബ്ലഡിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ 7 ദിവസത്തിനോടകം കിട്ടും. അതായത് ഇന്ന് ഉപയോഗിച്ച് 7 ദിവസത്തിനോടകം ഈ MDMAയുടെ കണ്ടന്റ് ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കിട്ടും. ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിച്ചത്. എന്നാൽ ഷമീറെ, നിന്റെ ഒളിവ് ജീവിതം കുറച്ച് നാളുകൂടി നീണ്ടുപോകും. പിന്നെ മറ്റൊരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ തൽക്കാലം പറയുന്നില്ല എന്ന് പറയാൻ കാരണമുണ്ട്. നീ ആ ഒരു ടെസ്റ്റിനുള്ള സാധ്യത എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കാണാനൊരു രസം ഉണ്ടാവില്ലടാ. അതുകൊണ്ടാണ്. അപ്പൊ ശരി എന്നാ, ബൈ.